നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചെടിയാണ് പരിചയപ്പെടുത്തുന്നത്. ചെടി ഞാൻ അധികം അങ്ങനെയൊന്നും ആർക്കും കണ്ടിട്ടില്ല. എല്ലായിടത്തും ഞങ്ങളിത് വാങ്ങിച്ചിട്ട് ഒരു 3-4 കൊല്ലമായി വാങ്ങിച്ചിട്ട്. ഇതിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്നാണ്. അപ്പോൾ പൂ വിരിയുമ്പോൾ ആദ്യം ഇതുപോലെ ഇരിക്കും വയലറ്റ്. അത് കഴിഞ്ഞ് വിരിഞ്ഞ് കഴിഞ്ഞാൽ വയലറ്റായിട്ടിരിക്കും. പിന്നെ കളറ് ഇതുപോലെ ചെറിയ കളർ കുറയും, പിന്നെ വെള്ളയാവും. അങ്ങനെ ഒരു 3-4 ദിവസം ഈ പൂവ് നിൽക്കും. 3 ദിവസം 3 കളറായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പേര് വരാൻ കാരണം. ഇത് നല്ല മണമാണ്. വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല മണമാണ്. പകലായാലും രാത്രി ആയാലും ഇതിന് നല്ല മണം ഉണ്ടാവും. പിന്നെ ഇതിന് കൊമ്പ് നട്ടാണ് ഇത് പിടിപ്പിക്കുക. തണ്ട് വെട്ടിയെടുത്തിട്ട് നമ്മൾ മണ്ണിലിട്ട് പിടിപ്പിച്ചാൽ മതി. അധികം വെള്ളം അങ്ങനെ വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം നമ്മൾ മറ്റു ചെടികൾക്കൊക്കെ ഒഴിക്കണ പോലെ തന്നെ ഇതിന് ഒഴിച്ചാൽ മതി. പിന്നെ ഇത്തിരി വെയിലത്തിരിക്കണത് നല്ലതാണ്. വെയിലില്ലാത്ത സ്ഥലത്താണ് ഇതിരിക്കണമെന്നുണ്ടെങ്കിൽ പൂവുണ്ടാവില്ല. ഞാനിത് ആദ്യം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് സൺസൈഡിൻ്റെ താഴെയാണ് ഇരുന്നിടുന്നത്. അപ്പോൾ അതുമ്മ പൂവുണ്ടായിരുന്നില്ല ആദ്യമൊന്നും. പിന്നെയാണ് മനസ്സിലായത് വെയിലത്തേക്ക് വെക്കണമെന്ന്. അങ്ങനെയാണ് ഞാൻ പിന്നെ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് വെച്ചിട്ടാണ് പിന്നെ പൂവൊക്കെ ഉണ്ടായത്. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടൊരു 4-5 കൊല്ലമായിട്ടുണ്ട്. ഇത് വെട്ടി ഇപ്പോൾ നിർത്തിയപ്പോഴാണ് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് പൂവുണ്ടായത്. ഇതിൻ്റെ വളപ്രയോഗം എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, ഇത് നമ്മൾ കൊമ്പ് ചെറിയ കവറിൽ അങ്ങനെ കുത്തി പിടിപ്പിക്കണം ആദ്യം. എന്നിട്ട് അത് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കുമ്പോൾ നമ്മൾ ഈ ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും മണലൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ എല്ലുപൊടി ഇടാം. അതിട്ട് കൂട്ടി കുഴച്ചിട്ട് നമ്മൾ ചെടി സാധാരണ നടണ പോലെ തന്നെ നട്ടിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ കപ്പലണ്ടി പിണ്ണാക്ക് തലേ ദിവസം ഇട്ട് കുതിർത്തിയിട്ട് അത് പച്ച ചാണകത്തിൽ കലക്കിയിട്ട് അതിൻ്റെ തെളി ഇതിൻ്റെ കടക്കി ഒഴിക്കുക. 2 ആഴ്ച കൂടുമ്പോൾ ഒഴിച്ചാലും കുഴപ്പമില്ല. പിന്നെ ഇംഗ്ലീഷ് വളം വേണമെങ്കിൽ ഇടണമെങ്കിൽ അത് വല്ലപ്പോഴും അങ്ങനെ മാസത്തിലൊരിക്കലോ അങ്ങനെ ഏതെങ്കിലും ഇംഗ്ലീഷ് വളം ഒന്ന് കുറച്ചിട്ടാൽ മതി. പിന്നെ ഈ ചെടി എന്താണെന്ന് വിചാരിച്ചാൽ ഇതുപോലെ വെട്ടി നിർത്തണം. വെട്ടി നിർത്തിയില്ലെങ്കിൽ ഈ ചെടി ഇതുപോലെ പൂവുണ്ടാവില്ല. വെട്ടിയില്ലെങ്കിൽ ഇങ്ങനെ വലുതായി ഇങ്ങനെ കൊമ്പും ഇതൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകും. അതിന് പൂക്കളധികം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇത് ഇടയ്ക്ക് പൂവൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ കഴിയുമ്പോൾ ഒന്ന് വെട്ടി നിർത്താം. അപ്പോൾ ഇതുപോലെ പൂവുണ്ടാവും. ഇതുപോലെ നല്ല പോലെ പൂവുണ്ടായി നിൽക്കുന്ന സമയത്താണെങ്കിൽ നല്ല മഴ പെയ്യുണ്ടെങ്കിൽ ഇത് മഴ കൊള്ളാണ്ട് നമ്മൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നല്ലതാവും. എന്താണെന്ന് വെച്ചാൽ പൂക്കൾ വേഗം കേടായി പോവില്ല. ഞാൻ ചട്ടിയിലാണ് ഇത് നട്ടേക്കണേ. തറയിലും വേണമെങ്കിൽ നടാം. അപ്പോൾ ഞാൻ നല്ല മഴ വരുമ്പോൾ ഞാൻ കാർപോർച്ചിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കും. ഇതിനെ നഴ്സറികളിലൊക്കെ പോകുമ്പോൾ ഇതുപോലത്തെ ചെടി കാണുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കണം. എന്തായാലും വാങ്ങിക്കണം. ഇത് കാണുമ്പോൾ അത്ര ഭംഗിയായിട്ട് നമുക്ക് വാങ്ങാൻ നിൽക്കണ നേരത്തൊന്നും തോന്നില്ല. പക്ഷേ കൊണ്ടുവന്ന് ഇതുപോലെ പൂവ് ഉണ്ടായിട്ട് ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഈ ചെടി കാണാനായിട്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.